friends, welcome to Shilu's kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വീറ്റ് ഓട്സ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലെ നല്ല വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടി, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലായാലും മതി, ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി. ആ സെയിം ഗ്ലാസ്സിൽ നമ്മൾ ഓട്സ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഡെക്കറേഷന് വേണ്ടി കുറച്ച് പീനട്ട്സ് എടുത്തിട്ടുള്ളതാണ്. പഞ്ചസാര പൊടിച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ. ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു 6 ടേബിൾ സ്പൂൺ. നമ്മൾ ആദ്യമായിട്ട് ഒരു ബൗളിനകത്തേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഓട്സ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഓട്സും ഗോതമ്പും ഞാൻ സെയിം അളവിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബിസ്ക്കറ്റിന് ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ ചേർക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മൾ ബട്ടർ ചേർക്കുമ്പോഴാണ്. അപ്പം വെള്ളത്തിലൊന്നുമല്ല നമ്മളിത് കുഴക്കേണ്ടത്, ഇതുപോലുള്ള ഓയിലാണ് അല്ലെങ്കിൽ ബട്ടറിലാണ് നമ്മളിത് ഈ ഒരു മാവ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ കുഴച്ചിട്ട് എടുക്കണം. നന്നായിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ച് എടുക്കണം. അപ്പോൾ ഒട്ടും ഡ്രൈയും ആയി പോകരുത്, കൂടുതൽ എന്താ പറയുക വാട്ടറിയും ആയി പോകരുത്. ആ ഒരു രീതിയിൽ നമ്മളൊരു ചപ്പാത്തിക്ക് മാവ് എങ്ങനെയാണോ കുഴയ്ക്കുക ആ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് കുറച്ച് സമയത്ത് നന്നായിട്ട് കുഴച്ചാലാണ് നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു മാവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ബിസ്ക്കറ്റിനേക്കാളും എത്രയോ ഹെൽത്തിയാണിത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓട്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചെയ്യണമെന്നും നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നമ്മളൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പിൽ, ഞാനൊരു റൗണ്ട് ഷേപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിതിന് ഒരുപാട് കട്ടി വേണ്ട, കുറച്ച് കട്ടി മതി. കുറച്ചൊരു കട്ടിക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലൊരു മാർക്ക് കൊടുക്കാം. ഒരു കത്തി എടുത്തിട്ട് വരഞ്ഞാലും മതി, ഫോർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ബിസ്ക്കറ്റായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്കൊരു ചീനച്ചട്ടി, ഒരു ചുവട് കട്ടിയുള്ളൊരു ചീനച്ചട്ടി എടുത്തിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ മതി. പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു പ്ലേറ്റ്, ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിനുള്ളിൽ ഒരു ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒന്നും വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ അതിൽ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ചൊരു ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അത്
നമ്മുടെ ആ പ്ലേറ്റിനകത്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ബിസ്ക്കറ്റൊക്കെ അതിനകത്തേക്ക് വെച്ച് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല അടുപ്പിച്ച് വെക്കരുത്. കുറച്ചൊരു ഡിസ്റ്റൻസിൽ വെക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. വലിയ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ഈസി. അപ്പോൾ ഇനി നമ്മളെ പീനട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ചീനച്ചട്ടിനകത്തേക്ക് നമ്മളിത് വെച്ച് കൊടുക്കാൻ പോവുകയാണ്, ഈ ഒരു പ്ലേറ്റ്. അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മൂടിയിട്ട് വെക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ അലൂമിനിയത്തിൻ്റെ മൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. അതിനകത്ത് ഇതുപോലെ ഒരു പേപ്പർ വെച്ചതിന് ശേഷം ബിസ്ക്കറ്റ് അതിൽ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെക്കണം. അതല്ല നിങ്ങൾക്ക് കുക്കറാണുള്ളതെങ്കിൽ കുക്കറിൻ്റെ അകത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം ഇറക്കി വെച്ചതിന് ശേഷം അതിനകത്ത് നമുക്കിതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മളൊരു ഏകദേശം ഒരു 25 മിനിറ്റോളം നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം ഇത് ബേക്ക് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ മുകളിൽ വളരെ സോഫ്റ്റായിട്ട് ബേക്ക് ആവാത്ത പോലെ ഉണ്ടാവും. എന്നാൽ നമ്മൾ ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അടിഭാഗം നമുക്ക് വെന്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനെ തൊടാനേ പാടില്ല. പതുക്കെ എടുത്ത് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ബിസ്ക്കറ്റിന് തൊട്ട് നോക്കാൻ പാടുള്ളൂ. തണുത്ത് വരുമ്പോഴാണ് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ അത് കിട്ടുക, നമ്മളൊരു ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസ്ക്കറ്റ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ബിസ്ക്കറ്റ് തന്നെയാണിത്. ടേസ്റ്റി മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.